നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഒരു സ്വഹാബി ഒരിക്കൽ വന്ന് പറഞ്ഞ കഥ ഞാൻ പറഞ്ഞില്ലേ, നബിയേ, എന്റെ ഭാര്യ അന്യ പുരുഷനോട് കൂടെ കിടന്ന് വ്യഭിചരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ, വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ 4 സാക്ഷി വേണ്ടേ. റസൂലുള്ള ഇങ്ങനെ പെട്ടെന്ന് അത് ആകാശ ലോകത്തേക്ക് കണ്ടെന്നുയർത്തിയപ്പോ മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ റസൂലുള്ളാന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, ഓ നബിയേ, ഒരു ഭർത്താവ് വന്നിട്ട് ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടെന്നോ, ഒരു ഭാര്യ വന്നിട്ട് ഭർത്താവ് വ്യഭിചരിക്കുന്നത് കണ്ടെന്നും പറഞ്ഞാൽ അവിടെ നിങ്ങൾ സാക്ഷി ചോദിക്കണ്ട. അവിടെ ചെയ്യേണ്ട മസല റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോ. ആരോപണം പറഞ്ഞ ഭാര്യനെ ചേംബറിലേക്ക് കൊണ്ടുവരണം, ആരോപണം പറഞ്ഞ ഭർത്താവിനെ കാതിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഭർത്താവ് പറയണം, ഇവള് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയിട്ട് ഹലാക്കായി കൊള്ളട്ടെ. ഭാര്യയും പറയണോ, എന്റെ ഭർത്താവ് പറഞ്ഞത് വളരെ മോശമാണ്, തെറ്റാണ്, നുണയാണ്, ഇയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് പറയണം. ഇതിന്റെ പേരാണ് ലിയാൻ ചെയ്യിപ്പിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ മസ്അലയ്ക്ക് വേണ്ടിയാണ് ക്രിസ്ത്യാനി നട്ടോട്ടം ഓടുന്നത്. മക്കളെ, നിങ്ങൾക്ക് ഫത്വക്ക് വേണ്ടി ഓടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരു മൊയ്ലിയാരെ താടി പിടിച്ചിട്ട് ഈ ഖുർആനൊന്ന് മാറ്റടാന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ? വരില്ല. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ലോകത്തെ നയിക്കുന്ന കലാമാണ്. അതാണ് റമദാനിലെ ഒന്നാമത്തെ പതിലെന്താണെന്നോ, ശഖ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയ മാസമാണ് റമദാൻ. ഏത് ഖുർആൻ? ലോകത്തെ സമുദ്രിച്ച വേദഗ്രന്ഥമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് ഖുർആനിന്റെ മഹത്വം ഉൾക്കൊള്ളുക, ആ ഖുർആനിലേക്ക് മടങ്ങുക. മുസ്ലിമീങ്ങളെ, നമ്മുടെ സംസ്കാരം ഇസ്സത്തോടെ ഉയർത്തിപ്പിടിക്കുക. ആരുടെ മുമ്പിലും ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുക, ആരുടെ മുമ്പിലും ഞാൻ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാണെന്ന് പ്രഖ്യാപിക്കുക, ആരുടെ മുമ്പിലും ഞാൻ സുന്നിയാണെന്ന് പ്രഖ്യാപിക്കുക. അതിനുള്ള തന്റെ ഇടം നമുക്ക് വേണമെങ്കിൽ നാം ഇസ്സത്തോടെ മുറുകെ പിടിച്ചു നിൽക്കണം. നമ്മുടെ സംസ്കാരങ്ങൾ അന്യവന്റെ മുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ സംസ്കാരം കളയണ്ടടോ. എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സമ്മാനിച്ച സംസ്കാരമുണ്ടല്ലോ, ആരുടെ മുമ്പിലും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ്. സഹോദരന്മാരെ, എന്തൊക്കെ സംസ്കാരം! പാമ്പ് കടിച്ചാൽ വിഷം തട്ടാത്ത മന്ത്രം. ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ കേട്ടിട്ടില്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആദ്യകാല നേതാവായ ഖുതുബി, അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരി ഒരു വിവാഹത്തിന് വേണ്ടി അതാ നടന്നു പോകുമ്പോ ഒരു പാമ്പ് വന്നിട്ട് ബഹുമാനപ്പെട്ട ഖുതുബി തങ്ങളുടെ കാലും കടിക്കുകയാണ്. പാമ്പ് കടിക്കുന്ന കഥ ശിഷ്യന്മാര് കണ്ടിട്ടുണ്ടല്ലോ. ശിഷ്യന്മാര് കണ്ടിട്ട് മിണ്ടിയില്ല, അഥവാണ് ഉസ്താദിനോട് ചോദിച്ചില്ല. കല്യാണം കഴിഞ്ഞ് അതേ ഭാഗത്തിലൂടെ തന്നെ തിരിച്ചു വരുമ്പോ തന്നെ കടിച്ച പാമ്പ് ചത്ത് കിടക്കുന്നു. ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാരോട് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഖുതുബി പറയുന്നു, മക്കളെ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഇതേ സമയം വരെ ഞാൻ അത്താതിറത്തീബ് ചെല്ലാതെ കിടന്നുറങ്ങിയിട്ടില്ല. എന്താണ് അത്താതിറത്തീബിലുള്ളത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവ സമീഉൽ അലീം. ഇത് ചെല്ലുന്ന മനുഷ്യനെ പാമ്പ് കടിക്കില്ലടോ, അഥവാ കടിച്ചാലോ വിഷം കയറൂല. ഇങ്ങനെ പാമ്പ് കടിക്കാതിരിക്കാനുള്ള മന്ത്രം റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശൈത്താൻ വരാതിരിക്കാനുള്ള മന്ത്രം പഠിപ്പിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്തുനിന്ന് റസൂലുള്ളാഹിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ പോവുകയാണ്. വിജനമായൊരു കാട്ടിലേക്ക് റസൂലുള്ള കയറിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നാലെ കയറിപ്പോയി. അങ്ങനെ റസൂലുള്ള കുറച്ചങ്ങടെത്തിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഓ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നീ ഇറങ്ങാ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ കൂടെ വരരുത്. ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പാടില്ല, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഒറ്റക്ക് പോകേണ്ട സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പേടിച്ചുപോയി. കാരണം
കാട്ടില് ആദാ പാദരാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയം തോന്നി. ആ സമയത്ത് റസൂലുള്ള പഠിപ്പിക്കുന്നത് കണ്ടോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നതിന് 4 ഭാഗത്ത് ഒരു റൗണ്ട് ഇങ്ങോട്ട് വരച്ചിട്ട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദേ, ഈ വര അപ്പുറത്ത് കടക്കണ്ട. ഒരൊറ്റ ജിന്നും ശൈത്താനും നിന്നെ തൊടുന്നതല്ല. അള്ളാന്റെ റസൂല് നേരെ പോയത് ജിന്നുകളുടെ ഇടയിലേക്കാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടോ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ടല്ലോ. റസൂലുള്ളാഹിനെ കണ്ടപ്പോ കാഫിരീങ്ങളാ ജിന്നുകളൊക്കെ പേടിച്ചോടി. മോമിനീങ്ങളാ ജിന്നുകളൊക്കെ റസൂലുള്ളാഹിന്റെ വാത് കേൾക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ഓടുന്ന കൂട്ടത്തിൽ ഒരു കാഫിറായ ജിന്ന് അള്ളാഹിന്റെ റസൂലിന്റെ സദസ്സെന്ന് ബഹിഷ്കരിച്ചപ്പോ കാഫിർ ജിന്ന് വന്നിട്ട് അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ ഒന്നിങ്ങനെ നോക്കി, എന്നിട്ട് പല്ലങ്ങോട്ട് നീട്ടി, കൈയങ്ങോട്ട് നീട്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോകുകയാണ്. ഒറ്റക്കാണ്, കാട്ടിലാണ്, പാതിരാത്രിയാണ്. പെട്ടെന്ന് കാഫിർ ജിന്ന് അള്ളാന്റെ റസൂല് വരച്ച വര ഇങ്ങോട്ട് ചവിട്ടി മുറിച്ചപ്പോ ഒരൊറ്റ ശക്തി പോലെ അതാ റസൂലുള്ളാന്റെ വര സ്പർശിച്ചു പോയ ജിന്ന് പെട്ടെന്ന് അതാ എടുത്തെറിഞ്ഞതുപോലെ മറുഭാഗത്ത് പോയി തെറിച്ചു വീഴുകയോ അവിടെ കിടന്ന് കത്തിച്ചാവുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം കാണുമ്പോ അള്ളാന്റെ റസൂല് അതാ ജിന്നുകൾക്ക് പഠനം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹിനോട് ഈ സംഭവം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഈ വര വരച്ചത് എന്താണെന്നോ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് ചൊല്ലിയിട്ടാണ് ഞാൻ ഈ വര വരച്ചത്. ഈ വര ഒരു ശൈത്താൻ തൊട്ടാലോ പിശാച് തൊട്ടാലോ അല്ലാഹു തആല അവനെ കരിച്ചു കളയുന്നതാണ്. അബ്ദുല്ലാ, അതാണ് സുന്നികൾ ചൊല്ലുന്ന ഹദ്ദാദ് റതീബ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇതൊക്കെ ഹദ്ദാദ് റതീബിലുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമദാനു ശരീഫ് വന്നിട്ട് അനാവശ്യമായ TV ഒന്ന് അയച്ചു മാറ്റിയിട്ട് മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷവും ഇശാ നിസ്കാരത്തിന്റെ ശേഷവും TV വെക്കുന്ന സമയത്ത് ഹദ്ദാദ് റതീബ് ദായിമാക്കടോ, ഖുതുബിയത്ത് ദായിമാക്കടോ, മൗലിദുകൾ ദായിമാക്കടോ, അല്ലാഹുവിനോട് ദുആ ചെയ്യടോ. ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം കളഞ്ഞു കുളിക്കണ്ട, മറ്റുള്ളവന്റെ പിന്നാലെ പായണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഒന്നെങ്കിലും ഒന്നും മരിക്കേണ്ടി വരില്ലേ മക്കളെ? നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഒന്നും